ഹായ് മച്ചാൻസ്, ആൾ കേരള വാക്കിൽ നമ്മളിപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേർത്തലയിലുണ്ട് കേട്ടോ. ചേർത്തലയിൽ ഇന്ന് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം ആയിട്ടുണ്ട്. കറക്റ്റാണ് ഇന്നാണ് 10ാം ദിവസം. നിങ്ങൾക്കാണ് കുറച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു, ഇന്നലെയും വീഡിയോ എടുത്തിരുന്നു. അതിനൊരു വലിയൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് ചാർജ് ഇടാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുപോലെ എൻ്റെ ഗോപ്രോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ആ ഗോപ്രോ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എറണാകുളം പോയാൽ മാത്രം തന്നെ എനിക്ക് ആ ഗോപ്രോ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് വീഡിയോസ് എടുക്കാതെ. ഇതുകൂടെ നമുക്ക് ഫോണിലാണ് ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഏതിലെടുക്കുന്ന വീഡിയോസ്. എൻ്റെ OnePlus 10 Proയിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടെ. അതുമില്ലാതെ ഇന്ന് 10ാം ദിവസമാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത്. ഇന്ന് 10ാം ദിവസമാണ്. ആണ് എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 9ാമത്തെ എപ്പിസോഡായിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതെന്തെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാലിൽ നമ്മൾ നീർക്കെട്ട് പോലെ ഊതി വരൂലേ. ഞാൻ ഇടയിലും വീഡിയോയിൽ ചെറുതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കിടന്ന് ഉറങ്ങി. അപ്പോൾ തന്നെ നമ്മൾ കാലുള്ള നീര് അങ്ങനെ അമുങ്ങി പോവുള്ളൂ. ബട്ടാണ് അമുങ്ങിയിട്ടില്ല. അതിപ്പം കുറച്ചുകൂടെ വലുതായി നമ്മൾ 2 കാൽ വിരലിൻ്റെ ഇടയിലോട്ട് വരൂലേ, അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഒരു വലിയൊരു സ്വീകരണം കിട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൂടുതൽ ഭക്ഷണമാരുടെ 257ാം ദിവസം നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സനാതന ക്യാൻസർ കെയർ സെൻ്റർ. നമുക്കറിയാം മെഡിക്കൽ കോഴ്സിൻ്റെ നേതൃത്വത്തിൽ RCC കേരളത്തിൽ ഗൗരീശപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് RCCയുടെ 1.5 കിലോമീറ്റർ അടുത്ത് നടത്തുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികളെ ക്യാൻസർ അതിജീവിതരെ സംരക്ഷിക്കുന്ന 520ഓളം കുട്ടികളെ സംരക്ഷിക്കുന്ന സെൻ്ററാണ് സനാതന ക്യാൻസർ കെയർ സെൻ്റർ. ആ ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ വലിയൊരു ലക്ഷ്യവുമായിട്ട് തിരുവനന്തപുരത്ത് ഡിസംബർ 16ാം തീയതി സ്റ്റാർട്ട് ചെയ്ത 2 നന്മയുടെ പ്രതിരൂപങ്ങളായ കൽക്കിയും ബിനോയും എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കളോടൊപ്പമാണ് ഞങ്ങൾ ഭക്ഷണമാലയുടെ. കാരണം ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹായം ആവശ്യം. സനാതന ക്യാൻസർ കെയർ സെൻ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം സുഹൃത്ത് എന്ന് പറഞ്ഞ നന്മയുടെ പ്രതിരൂപമായ ഒരാൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ പോരാട്ടങ്ങളും ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന രോഗികളെന്നല്ല അവർ വിളിപ്പിക്കുന്ന ക്യാൻസർ അതിജീവിതരെന്നാണ്, ക്യാൻസർ ഫൈറ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അത് കൂടുതൽ സംരക്ഷിക്കുന്നത് ക്യാൻസർ കുട്ടികളെയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ 18 വയസ്സിൽ താഴെയുള്ള ചെറിയ കുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഏകദേശം നിലവിൽ ഇപ്പോൾ തന്നെ 520ഓളം കുട്ടികളെ നമ്മളുടെ വീട് പോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ വീഡിയോസിലും മീഡിയാസിലും കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു റിസോർട്ട് പോലെയാണ് ആ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സനാതന കെയർ സെൻ്റർ. നമ്മുടെ ഒരു വീട്ടിലുള്ള അതേ ഫെസിലിറ്റികൾ ഒരു രോഗികളുടെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെയോ രീതിയിലല്ലാത്തുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സനാതന ക്യാൻസർ കെയർ സെൻ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അത് ഒരു സ്വന്തമായൊരിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് മനസ്സ് തായോ മണ്ണ് തായോ എന്നുള്ളൊരു പ്രൊജക്റ്റ് മുന്നോട്ട് പോവുകയാണ്. വലിയൊരു എമൗണ്ടാണ് തിരുവനന്തപുരം സിറ്റി സെൻ്ററിനുള്ളിലായതുകൊണ്ട് വലിയൊരു എമൗണ്ടാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അവർക്ക് വേണ്ടത്. അപ്പോൾ അതിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ആ ലക്ഷ്യവുമായി അടങ്ങിയിരിക്കുന്ന 2 പേരെ ഞങ്ങൾ പ്രത്യേകപൂർവ്വം ആക്കോപ്യാർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മളുടെ എല്ലാം അമ്മയായ വാസന്തി അമ്മയും കമ്മിറ്റി അംഗമായ ജോമോനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഓട്ടോ സൗഹൃദ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഇവരെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയാണ്. അപ്പോൾ 2 വാക്ക് പറയാനും ഇതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള അവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൽക്കി ഇവിടെ അവതരിപ്പിക്കും. കൽക്കിക്കും ബിനോയിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കൂടി ഇതോടൊപ്പം തന്നെ ചെയ്യും. കൂടുതലും ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കൊണ്ട് എല്ലാവർക്കും എന്തുവേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതേത് ക്യാൻസർ ഫിക്സിന് വേണ്ടി നമ്മൾ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് അതും ചുമ്മാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ കേരളം ഫുള്ള് നടന്ന് ഫണ്ട് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം. ഒരു ക്യാൻസർ ഫിക്സിന് വേണ്ടി എങ്ങനെ കഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മളും കുറച്ച് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നും താഴ്ന്നു പോകാൻ പോണതില്ല. നമ്മൾ നടന്നു പോണത് നമുക്ക് നല്ലത് എല്ലാവർക്കും അറിയണം. അറിഞ്ഞ് ഇങ്ങനെ പാവപ്പെട്ട നല്ല കൊച്ചുങ്ങളുണ്ട്. ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല, അവർ നല്ല കഷ്ടപ്പാടുള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്വന്തം ഇടം വേണമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതലും കേരളം ഫുള്ള് നടന്നു വരുന്നത്. അത് നമ്മളിവിടെ എത്തി ചെറിയൊരു വലിയൊരു സ്വീകരണം
വേറെ ഒന്നുമില്ല, അവരും ഒരു ചാരിറ്റി ചെയ്യണവരാണ്. അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡെല്ലാം നമ്മൾ വിശപ്പോടെ വരും. എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ നല്ല വിശപ്പോടെ ഇത് ചേർത്തല റൂട്ടിൽ പറഞ്ഞു, അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും നോക്കുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ അലമാര എന്നത് നമ്മളെ മലയാളത്തിൽ പറയും, അവരും അതാണ് വെച്ചിട്ടുള്ളത്. ആക്കാട്ട് എന്ന് പറയും, ACCOT എന്ന് പറയും. അക്കാട്ട് ഒരു ഫുഡിൻ്റെ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് കണ്ടതിൽ നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഒരു അമ്മൂമ്മ കൂടെ സ്വീറ്റ് ക്യാരക്ടർ എന്നു പറഞ്ഞാൽ ഈ വയസ്സിലും അവർ അത്ലറ്റിൽ പോയിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ ചെറിയ ചെറിയ അത്ലറ്റുകളൊന്നുമല്ല. ചൈനയിൽ പോയിട്ടുണ്ട്, ഫിലിപ്പീൻസിൽ പോയിട്ടുണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങളിലാണ് ഇത്ര വയസ്സിലും അവർ പോയി അച്ചീവ്മെൻറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. ஆனால் അതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിനുള്ള ഒരു സ്വീകരണവും ഒരു പാരാട്ടും നമ്മളെ കേരള ഗവൺമെൻറ്റിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും ഒരു സപ്പോർട്ടില്ല. അതെനിക്ക് അവരത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിൽ കുറച്ച് നൊന്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഈ ഓൾ കേരള വാക്കിൽ എനിക്ക് കിട്ടിയ രണ്ട് പേര് ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 ക്യാരക്ടറും എനിക്ക് നല്ല മോട്ടിവേഷൻ തന്നതും എനിക്ക് നല്ല ഇൻസ്പയർ ആവുന്ന ക്യാരക്ടേഴ്സുമാണ്. ഒന്ന് സജിത് ബ്രോയും ഇന്ന് അമ്മൂമ്മയും. അമ്മൂമ്മയുടെ പേര് എനിക്ക് പെട്ടെന്ന് മറന്നുപോയായിരുന്നു, തെറ്റാ വിചാരിക്കല്ലേ. നമ്മൾ ഒരാളെ പേര് പെട്ടെന്ന് നമുക്ക് കിട്ടൂല. എനിക്ക് അവരെ പേര് വിളിക്കാൻ കാട്ടി അമ്മൂമ്മയെന്ന് പറയണത് എനിക്ക് നല്ലപോലെ ഇഷ്ടമുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ എറണാകുളം റൂട്ടാണ്. നമ്മൾ ഇന്ന് എറണാകുളം റീച്ച് ആവില്ല. ഇവിടെ നിന്ന് എറണാകുളത്തിന് ഒരു 38 to 40 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മൾ പോളെ എറണാകുളം മെയിൻ ഏരിയയ്ക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ എന്ന് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒരിടത്തിൽ സ്റ്റേ ചെയ്ത് നാളെ എറണാകുളം റീച്ച് ആയിട്ട് എൻ്റെ GoPro കുറച്ച് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററിയുടെ ബാക്കിലുള്ള സ്ലിപ്പ് ഒന്ന് ഇളവിപ്പോയി. GoPro ബാറ്ററി ഒരു നല്ലൊരു ടെൻഷനിലിരുന്ന 2-3 നേരം ഒരു ചെറിയ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടതിൽ ഞാൻ യൂഷ്വൽ ബാറ്ററി ഊരിയതിൽ ബാറ്ററി താഴെ പെട്ടെന്ന് വീഴുന്നത്. അത് വീഴുന്നത് ചെറിയ അടുത്തൊന്നും അല്ല, ഞാൻ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്താണ് എടുത്തത്. ഊരി തെറച്ചത് നേരെ താഴെ വീഴുന്നത്. അവിടെ കല്ലിലടിച്ച് ബാക്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, GoPro യൂസ് ചെയ്യണവർക്ക് ബാറ്ററി ഇങ്ങനെ ഊരിയാണ് എടുക്കുമ്പോൾ സ്ലിപ്പ് കൊടുത്തിരിക്കും. ആ ഒരു സെക്ഷൻ അങ്ങനെ ഇളവിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു പ്രോബ്ലം. എന്തെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി വെച്ചാണ് ഇത്രയും ദിവസം വീഡിയോസ് എടുത്ത് ചാർജ് ചെയ്ത് ഞാൻ വീഡിയോസ് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മോസ്റ്റ്ലി ആർക്കും അറിഞ്ഞുകൂടാ, അത് എൻ്റെ പേഴ്സണൽ, അത് എൻ്റെ അടുത്ത് ഇരിക്കട്ടും. അതുപോലെ നല്ലപോലെ ഫുഡ് കഴിച്ചു. ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. അത് ആരെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുമാർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ്. അവരുടെ വീട് ഇവിടെ നമ്മളെ കഞ്ഞിക്കുയിര കുറച്ച് അങ്ങോട്ടാണ് പോകണം. ആ ബ്രോൻ്റെ അവർ ഇന്നലെ കഴിച്ച ഫുഡ് പൊളി തണായിട്ടാണ്. വീട്ടിൽ നിന്ന് കഴിച്ച ഫുഡ് നിറയെ ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലുള്ള ഫുഡ് കഴിച്ചു. അതുപോലെ അവർ അങ്ങനെ പറഞ്ഞ് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ നമ്മൾ നടന്നു പറഞ്ഞതെല്ലാം. അത് അറിഞ്ഞിട്ട് അവർ നമുക്ക് പൊതി കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പൊതിയിൽ ബീഫ് ഉണ്ടായിരുന്നു, തോര ഉണ്ടായിരുന്നു, അതേപോലെ നമ്മളെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, അല്ലാതെ ചമ്മന്തി ഉണ്ടായിരുന്നു. നമ്മളെ ചമ്മന്തി എപ്പോഴും ഒരു സ്പെഷ്യലാണല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ നല്ലപോലെ ഫുഡ് കഴിച്ച് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ള നിറയെ കാര്യങ്ങൾ ഇതെല്ലാം പറയണം അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം വീഡിയോ കണ്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ, എല്ലാവരുമല്ല, എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേരത്തും നമ്മൾ പറയാതിരിക്കുന്നത് അത് മോശമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുമില്ലാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടൺ നമുക്ക് മറക്കല്ലേ. അതേപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് സനാതാലയത്തിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ കൺഫേം ആയിട്ട് നിങ്ങൾ ഒന്നി ഡയറക്റ്റാக പോവാം. തിരുവനന്തപുരത്തിൽ ഇറങ്ങിയിട്ട് ഗൗരീശപട്ടമാണ് ലൊക്കേഷൻ, അവിടെ പോവാം. അല്ലെങ്കിൽ നിങ്ങൾ മാപ്പിൽ സനാതാലയം ക്യാൻ കെയർ എന്നടിച്ചാലേ വരുന്നോളും. അതിൻ്റെ ലൊക്കേഷൻ ഗൗരീശപട്ടത്തിലാണ് ഉള്ളത്. അതിൻ്റെ ലൊക്കേഷനെ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഇതിൽ കൊടുത്തോളും. എൻ്റെ ഇൻസ്റ്റയെ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇന്ന് സനാതാലയത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ലൊക്കേഷൻ എന്ന് പറയുന്ന സാധനം, സനാതാലയത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ അവിടുത്തെ ഡീറ്റെയിൽ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ആ സനാതാലയം ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോവാം. അല്ലെങ്കിൽ അവരെ സൈറ്റിൻ്റെ അകത്ത് പോയിട്ട് അവരെ ബാർകോഡ് ഇരിക്കും. ആ ബാർകോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് ഫണ്ട് അയച്ചു കൊടുക്കാം. നിങ്ങൾ ചെയ്യണ ഒരു രൂപ ഇട്ടിരുന്നാലും അത് കോടി രൂപയുടെ ഒരു ഹെൽപ്പാണ്. എന്നാൽ സിമ്പിളാக പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരാളത്തെ കെയറിങ് കൊടുക്കുമ്പോഴാണ് അവർ നല്ല സന്തോഷമായിട്ടിരിക്കണം അറിയാൻ പറ്റണത്. കെയറിങ് ഇല്ലാതിരിക്കുന്നവർക്ക് എപ്പോഴും വെളിയിൽ ചിരിച്ചിട്ടിരുന്നാലും അകത്തൊരു സാഡ്നെസ് ഇരിക്കും. എക്സാമ്പിൾ എന്നെ പോലെയാണ്. എത്രയോളം ചിരിച്ചിട്ടിരുന്നാലും എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു സാഡ്നെസ്സും ഒരു കഷ്ടത്തിൻ്റെ ഇതും അത് വെളിയിൽ നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആർക്കും. അത് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി, നമ്മളെ ഡ്രീമുകളും മനസ്സിലാക്കി, നമ്മളെ അച്ചീവ്മെൻറ്റ് എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കുന്നത് മാത്രം തന്നെ അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ ഞാൻ ഇപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയാണ് ഇത്രയൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്.
നേരം ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എറണാകുളത്തിൽ പോയിട്ട് നമ്മളെ ക്യാമറ റെഡി ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.